വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ വീണ്ടും ഒരു വീക്കെൻഡ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീക്കെൻഡിൽ ഞാനും ചേട്ടനും ഒരുമിച്ചുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചുരുക്കം ചില വീക്കെൻഡുകളിൽ മാത്രമാണ് കേട്ടോ ഞങ്ങൾ ഒരുമിച്ചുണ്ടാകുക. എനിക്കാണെങ്കിൽ സാറ്റർഡേ ആണ് ഓഫ്, ചേട്ടനാണെങ്കിൽ സൺഡേയും. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് ഉമ്മൽക്കോയിൻ ബീച്ചിലേക്കാണ് കേട്ടോ. ഉമ്മൽക്കോയിലൊന്ന് പോയി കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ. UAE 2 വർഷത്തെ ജീവിതത്തിനിടയിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഉമ്മൽക്കോയിലേക്ക് ഒരു യാത്ര പോകുന്നതും, അതും എൻ്റെ ചേട്ടനോടൊപ്പം. ചേട്ടൻ ഏകദേശം 1 വർഷത്തോളം ഉമ്മൽക്കോയിലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഫുജേറയിൽ നിന്ന് ഉമ്മൽക്കോയിലിലേക്ക് പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നീണ്ട 7 വർഷത്തിന് ശേഷം ഉമ്മൽക്കോയിലോട്ട് പണ്ട് വർക്ക് ചെയ്ത സൈറ്റിലോട്ട് പോകും. ഇത് ബീച്ചാണ്. ബീച്ചും അതിൻ്റെ ഫിഷ് മാർക്കറ്റും എല്ലാം കൂടെ ഉള്ള കടലിലെ കുറച്ച് ചട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ അതിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ ഞാനവിടെ ഉണ്ടായിരുന്നു. ഇൻസ്പെക്ഷൻ ഡ്രൈവറായിട്ട് എല്ലാം ഉണ്ടായിരുന്നു. 7 വർഷത്തിന് ശേഷം അത് കാണാൻ പോകും. പൂച്ചക്കുഞ്ഞ് ഈ 2 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഉമ്മൽക്കോയിലേക്ക് വരുന്നത്. ഇതുവരെ വന്നിട്ടില്ല. ഉമ്മൽക്കോയില് കറക്റ്റ് 1 വർഷത്തോളം ഉണ്ടായിരുന്നു. അതിൻ്റെ ബീച്ചിൽ തന്നെ നമുക്ക് അക്കോമഡേഷൻ കാര്യങ്ങളായിരുന്നു. മറ്റേ കടൽ ഭിത്തി കിട്ടുമെന്ന് പറയുന്നത് ബ്രേക്ക് വാട്ടർ, അപ്പോൾ അതിൻ്റെ പണിയാണ്. 500 മീറ്റർ ദൂരം. പിന്നെ അവിടെ എവിടെയൊക്കെ ഉണ്ട് 2-3 ഫീസ് ഞങ്ങളവിടെ നിന്ന് തന്നെ നൈറ്റ് പോകും. ചൂണ്ടയുടെ മീനൊക്കെ പിടിക്കും. ആരുണ്ടായിരുന്നു വേറെ കൂടെ? എൻ്റെ കൂടെ ഇപ്പം വർക്ക് ചെയ്യുന്ന അരുൺ എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടായിരുന്നു. അവന് ഞാനും കൂടെ ഒന്നിച്ചത്. എന്നിട്ട് വൈകിട്ട് അവധിയുള്ള ദിവസം ഞങ്ങൾ രണ്ടും കൂടെ ഇങ്ങനെ നടക്കാറുണ്ട്. എന്നിട്ടൊക്കെ ബീറൊക്കെ മേടിച്ച് ബീച്ചിൻ്റെ അവിടെ ഞാൻ പിടിക്കും. എന്നിട്ട് ചൂണ്ടയിലും മീനെ പിടിക്കും. റോമി എന്ന് കറി വെച്ച് കഴിക്കും. ഫുജേറയിൽ നിന്നും ഏകദേശം 1.25 മണിക്കൂറുണ്ട് കേട്ടോ ഉമ്മൽക്കോയിലേക്ക് എത്താനായിട്ട്. പിന്നെ ഫുജേറയും റാസൽഖൈമയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഉമ്മൽക്കോയിൻ വളർന്നു വരുന്ന ഒരു എമിറേറ്റ് ആയിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നേരെ വെച്ച് പിടിക്കുന്നത് ഉമ്മൽക്കോയിൻ ബീച്ചിലേക്കാണ്. അവിടെ നിന്ന് നേരെ ഇതാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ വീഡിയോ പാർട്ട് 1 പാർട്ട് 2 എന്നുള്ള രീതിയിലായിരിക്കും ഇടുന്നത് കേട്ടോ. ഇവിടെ നമ്മളിത് ഈ ഷെയ്ഖിൻ്റെ പാലസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ വർക്ക് ചെയ്ത ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ചേട്ടൻ്റെ അക്കോമഡേഷൻ ഉണ്ടായിരുന്ന ആ ഭാഗത്തോട്ടാണ് കേട്ടോ പോകുന്നത്. അവിടെ അങ്ങനെ ഇപ്പോൾ അക്കോമഡേഷനും കാര്യങ്ങളും ഉണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. എന്തായാലും ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പണ്ടത്തെ അവരുടെ അക്കോമഡേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ആ വർക്ക് ചെയ്ത ഭാഗത്തോട്ടൊന്നും കയറാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടെ എന്തൊക്കെയോ വർക്കുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെ എല്ലാം ഇന്നോവേഷൻസും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. പിന്നെ വേറെ എന്തൊക്കെയോ സൈഡിലൊക്കെ ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെയാണ് കേട്ടോ ചേട്ടൻ അവിടെ ഇൻസ്പെക്ഷൻ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം. അവിടുന്ന് ശേഷം ഞങ്ങൾ നേരെ അടുത്തൊരു സ്പോട്ടിലേക്കാണ് കേട്ടോ പോയത്. ചുമ്മാ ജസ്റ്റ് വണ്ടി ഒന്ന് ഇട്ടിട്ട് അവിടെ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി. അതുപോലെ തന്നെ ഞങ്ങൾ ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. റൂമിൽ നിന്ന് തന്നെ ഫുഡ് കൊണ്ടുപോയത് കൊണ്ട് ചിലവും കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞങ്ങൾ ഡയറ്റ് വരുന്നു കേട്ടോ. എന്തായാലും അവിടുന്ന് നേരെ ഞങ്ങൾ ബീച്ചിലേക്കാണ് കേട്ടോ പോയത്. ഇവിടുത്തെ ബീച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഒരു മാലിയിലൊക്കെ പോയ ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്കുണ്ടായത്. അവിടെ ചെത്തിയപ്പോഴത്തേക്ക് നല്ല ബ്ലൂ കളറിലുള്ള ബീച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന സമയം അത്ര നല്ലതല്ലായിരുന്നു. കാരണം നല്ല പൊരി വെയിലായിരുന്നു കേട്ടോ. അതിപ്പോൾ ചേട്ടൻ മുഖത്തു നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നല്ലപോലെ വിയർത്ത് ഒലിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ വന്നതല്ലേ എന്ന് വിചാരിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. പക്ഷേ സന്ധ്യ ആയ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു ചൂടത്തും ഈ ഒരു വെയിലത്തും കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്തായാലും അധികം നേരം ഞങ്ങൾ അവിടെ നിൽക്കാതെ നേരെ നമ്മൾ വണ്ടിയിൽ തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക്. അപ്പോൾ ഉമ്മൽക്കോയിൻ വിശേഷങ്ങൾ തീർന്നിട്ടില്ല. പാർട്ട് 1 പാർട്ട് 2 എന്നുള്ള രീതിയിലായിരിക്കും കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ കണ്ടിരിക്കുന്ന നിങ്ങൾക്കും ബോറടിക്കും, വോയിസ് ഓവർ ചെയ്യുന്ന എനിക്കും ബോറടിക്കും. അപ്പം പാർട്ട് 2 വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.